നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സിൻ്റെ ഇവല്യൂഷനാണ്. ഇതിന് മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ കമ്പ്യൂട്ടിംഗ് മെഷീൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, അതുപോലെ ഒരു കമ്പ്യൂട്ടറിനെ ഈ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താൻ എങ്ങനെയാണ് സജ്ജമാക്കിയെടുത്തത്, ഈ കാര്യങ്ങളുടെ ഒരു ലഘു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞ വീഡിയോസിൻ്റെ എല്ലാ ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് കാണാത്തവർക്കത് വീണ്ടും ഒന്ന് എടുത്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, പ്രോഗ്രാം നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സും വർക്ക് ചെയ്യുന്നത് അതിനെ പ്രോഗ്രാം ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ് ഒരു പ്രോഗ്രാം? എന്താണ് എ പ്രോഗ്രാം? ഈസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. എ പ്രോഗ്രാം ഈസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു പ്രത്യേക ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു പ്രോഗ്രാം എന്ന് പറയാം. അപ്പോൾ ഈ പ്രോഗ്രാം എഴുതണമെങ്കിൽ നമുക്ക് വെറുതെ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതാൻ കഴിയില്ല. ഒരു പ്രോഗ്രാം എഴുതണമെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രോഗ്രാം എഴുതുക. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുക. ഏതുപോലെ നമുക്ക് ഒരു ഭാഷ സംസാരിക്കണം. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഷ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുക, അല്ലേ? നമ്മളെല്ലാവരും സംസാരിക്കാൻ വേണ്ടി മലയാളം ഉപയോഗിക്കുന്നു, അല്ലേ? ചില ആളുകൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നു. അപ്പം മലയാളം സംസാരിക്കണമെങ്കിൽ മലയാളം എന്ന ഭാഷ വേണം, അല്ലേ? ഇംഗ്ലീഷ് ഉപയോഗിക്കണമെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ വേണം. അതേപോലെ ഒരു പ്രോഗ്രാം എഴുതണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു ലാംഗ്വേജ് വേണം. അതിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ്. ഇത് ഉണ്ടാക്കിയെടുത്തൊരു ലാംഗ്വേജാണ്. എന്തിന്? ഡിസൈൻഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻസ്ട്രക്ഷൻസ്. എന്തിന് ഡിസൈൻ ചെയ്ത? ഇൻസ്ട്രക്ഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ടു എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജാണ് എന്ത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ഡിസൈൻഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു എ കമ്പ്യൂട്ടർ. ഇനി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദർ ആർ മെയിൻലി 3 ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഫസ്റ്റ് വൺ ഈസ് മെഷീൻ ലാംഗ്വേജ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അസംബ്ലി ലാംഗ്വേജ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇനി നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ എവല്യൂഷനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു? ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജായ മെഷീൻ ലാംഗ്വേജിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. മെഷീൻ ലാംഗ്വേജ് is a language which uses binary digits.
ബൈനറി ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് 0യും 1ഉം, അതാണ് ബൈനറി ഡിജിറ്റ് നമുക്കറിയാം. ഈ ബൈനറി ഡിജിറ്റ്സ് ആയ 0യും 1ഉം ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന, ഉപയോഗിച്ചിട്ട് എഴുതപ്പെടുന്ന ഒരു ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. ഈ ലാംഗ്വേജിൽ നമുക്ക് ഈ ബൈനറി ഡിജിറ്റ്സ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഈ ബൈനറി ഡിജിറ്റ്സ് മാത്രം ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം എഴുതാൻ ആദ്യകാലത്ത് തുടങ്ങിയ സമയത്ത് അതുവരെ നിലനിന്നിരുന്ന ആ ഒരു പ്രോഗ്രാമിംഗ് പ്രക്രിയ എന്ന് പറയുന്ന ആ കാര്യവുമായി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്പീഡ്. ഈ ബൈനറി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഈ മെഷീൻ ലാംഗ്വേജ് എഴുതിയപ്പോൾ അതിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടിംഗ് സ്പീഡ് കൂട്ടാനും അതുപോലെ എഫിഷ്യൻ്റായിട്ട് പ്രോഗ്രാമിംഗ് പ്രോസസ്സ് നടത്താനും പറ്റി. ഓക്കെ, അത് നിങ്ങൾ ഇപ്പോൾ വെച്ചിട്ടുള്ള കാര്യം വെച്ച് കമ്പയർ ചെയ്യരുത്. അതുവരെയുള്ള പ്രോസസ്സ് എന്താണോ ആ പ്രോസസ്സിനേക്കാളും കുറച്ച് സ്പീഡ് കൂടുതലും അതുപോലെ എഫിഷ്യൻ്റായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്ക് എന്തായിരുന്നു? ഇങ്ങനെ 0സും 1സും ഉപയോഗിച്ചിട്ട് കാര്യങ്ങളെല്ലാം എഴുതുമ്പം കാണുന്ന ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ കാണുന്നത് മൊത്തം 0സും 1സുമാണ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് പ്രോഗ്രാമിംഗ് എറേഴ്സ്. ഇതിൽ നിന്നും എററുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇനി എററുകൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അതിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ അത് രണ്ടും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡ്രോബാക്ക്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ദ എറേഴ്സ് ആൻഡ് റെക്ടിഫൈ ദാറ്റ് എറേഴ്സ്. പിന്നെ മറ്റൊരു കാര്യം, ദിസ് മെഷീൻ ലാംഗ്വേജ് ഈസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ്. ഇത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള പ്രോഗ്രാം എഴുതണമെങ്കിലും അതിൽ ചേഞ്ച് വരുത്തണമെങ്കിലും എറേഴ്സ് കറക്റ്റ് ചെയ്യണമെങ്കിലൊക്കെ ഈ പ്രോഗ്രാമിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഈ മെഷീനിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ മനസ്സിലായെങ്കിൽ മാത്രമേ ആ ആളുകൾക്ക് മാത്രമേ ഈ പ്രോഗ്രാം എഴുതാനും റെക്ടിഫൈ ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും, പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് ഈസ് മെയിൻലി കമ്പ്യൂട്ടർ എൻജിനീയേഴ്സിനൊക്കെ മാത്രമേ ഇതുമായിട്ട് മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാനും അതിൽ എറേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ലാംഗ്വേജിനെ പറ്റി ആലോചിച്ചു. അങ്ങനെയാണ് രണ്ടാമത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാകുന്നത്. ഈ അസംബ്ലി ലാംഗ്വേജിൻ്റെ പ്രത്യേകത, മെഷീൻ ലാംഗ്വേജിൽ 0സും 1സും ഉപയോഗിച്ചിട്ടാണ് മൊത്തം എഴുതിയിരുന്നത്. അതേ സമയത്ത് അസംബ്ലി ലാംഗ്വേജ് വിച്ച് യൂസസ് ഇംഗ്ലീഷ് വേർഡ്സ് ടു റൈറ്റ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടി കുറേ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആയിരുന്നു ഈ ലാംഗ്വേജ് ഉണ്ടായിരുന്നത്. കുറേ കമാൻഡുകൾ ഉണ്ടായിരുന്നു, കുറച്ച് രജിസ്റ്റേഴ്സുകൾ യൂസ് ചെയ്തിരുന്നു. എന്നിട്ട് അതിലേക്ക് രജിസ്റ്റേഴ്സിലൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കും? ഇംഗ്ലീഷ് വേർഡ്സ്, മൂവ്, സ്റ്റോർ തുടങ്ങിയ ഇംഗ്ലീഷ് വേർഡ്സൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ മൂവ് A,01 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് അസംബ്ലി ലാംഗ്വേജിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ്. മൂവ് A,01. അപ്പോൾ 01 എന്ന് പറയുന്ന നമ്പർ എയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ രൂപത്തിലുള്ള കുറച്ച് കമാൻഡ്സുകളും കുറച്ച് രജിസ്റ്റേഴ്സും ഒക്കെയാണ് ഇതിലുണ്ടായിരുന്നത്. ഇതൊക്കെ ഇംഗ്ലീഷ് വേർഡ്സ് ആയിരുന്നു. അപ്പോൾ ഇത് നമ്മളിത് കാണുമ്പോൾ വിച്ച് ഈസ് ഈസിയർ ദാൻ ദ മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിനേക്കാളും ഇതെന്താണ്? കുറച്ച് ഈസിയാണ് അല്ലേ? നമുക്കെന്നെ തോന്നുന്നുണ്ട് മൂവ് A,01 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? 01 എന്നുള്ളത് എയിലേക്ക് മൂവ് ചെയ്യാണ് എന്നുള്ള ചെറിയൊരു ഐഡിയ എന്താണ് എന്നുള്ള ചെറിയൊരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന് ഡ്രോബാക്ക് എന്തായിരുന്നു? ദിസ് അസംബ്ലി ലാംഗ്വേജസ് ആർ റിട്ടൺ ഫോർ എ സ്പെസിഫിക് മെഷീൻ. ഓരോ മെഷീനിനും സ്പെസിഫിക് ആയിട്ട് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസ് എഴുതണം എന്ന് പറഞ്ഞാൽ ഒരു മെഷീനിൽ ഉപയോഗിച്ച അസംബ്ലി ലാംഗ്വേജിനെ നമുക്ക് മറ്റൊരു മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല അല്ലേ? ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് റൺ ചെയ്യിക്കാം. ഇവിടെ അതിനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഓരോരോ മെഷീനും ഓരോരോ രൂപത്തിലുള്ള അസംബ്ലി ലാംഗ്വേജസ് എഴുതേണ്ട സാഹചര്യമുണ്ട്. അതും
പിന്നീട് ഉപയോഗിച്ച് വന്നപ്പം ബുദ്ധിമുട്ടായിട്ട് വന്നു. അങ്ങനെ അടുത്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് വന്നു. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ പ്രത്യേകത വിച്ച് ഈസ് ഓൾസോ യൂസസ് ഇംഗ്ലീഷ് വേർഡ്സ്. ഇതും ഇംഗ്ലീഷ് വേർഡ്സ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ്. ഇത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മളൊരു പ്രോഗ്രാം ഒരു മെഷീനിൽ എഴുതി, അതേ പ്രോഗ്രാമിനെ നമുക്ക് ഒരു പെൻഡ്രൈവിലോ ഏതിലെങ്കിലുമൊക്കെ എടുത്ത് നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടറിൽ നമുക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയും അത് റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പം മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അതാണ് ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ? നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു ബേസിക്. അതുപോലെ C++. നമ്മൾ പഠിക്കാൻ ഈ വർഷം നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് C++ ആണ്. ഈ C++ തുടങ്ങിയ ഭാഷകളൊക്കെ എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ആണ് എപ്പോഴും ഒരു പ്രോഗ്രാം എഴുതുക. അപ്പോൾ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രോഗ്രാം എഴുതണമെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുന്നതിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, നമുക്കൊരു പ്രോഗ്രാം എഴുതണമെങ്കിൽ ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടണം. ആ ക്വസ്റ്റ്യൻ നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യണം. നമ്മൾ ശരിക്കും അനലൈസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു അൽഗോരിതം പ്രിപ്പയർ ചെയ്യണം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുക. ഇത് നമുക്ക് വിശദമായിട്ട് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഫ്ലോ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഫ്ലോ ചാർട്ടും കൂടെ വരക്കാം. എന്നിട്ട് ആണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് എന്തെഴുതുക, പ്രോഗ്രാം എഴുതുക. ഓക്കെ, അതിൻ്റെ ഒരു സീക്വൻസ് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ പ്രോഗ്രാം അനലൈസ് ചെയ്തിട്ട് അൽഗോരിതം എഴുതുന്നു, പിന്നീട് ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നു, എന്നിട്ട് പ്രോഗ്രാമിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടായി. അപ്പോൾ ഈ അൽഗോരിതം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാമറെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? അഗസ്ത അഡ കിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമർ, ഒരു ലേഡി പ്രോഗ്രാമർ, ചാൾസ് ബാബേജിൻ്റെ അനലിറ്റിക്കൽ എഞ്ചിനൊക്കെ പഠിച്ചപ്പോഴാണ് നമ്മൾ ആ കാര്യം പറഞ്ഞത്. ഫസ്റ്റ് പ്രോഗ്രാമർ ആയിരുന്നു. അപ്പോൾ അഡ എന്ന് പറയുന്ന ഒരു അൽഗോരിതം രൂപത്തിലുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. ഓക്കെ, അപ്പോൾ അഗസ്ത അഡ കിങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യത്തെ പ്രോഗ്രാമർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ്. തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ് എന്താണ് ഈ തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ്? ഇതൊക്കെ ഒരു വൈഡ് ടോപ്പിക്കാണ്. നമ്മൾ അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. തിയറി ഓഫ് കമ്പ്യൂട്ടിംഗ് വിച്ച് ഡീൽസ് വിത്ത് ഹൗ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്ഡ്. How problems can be solved based on computation models and algorithms. നേരത്തെ നമ്മൾ പറഞ്ഞ അൽഗോരിതംസും അതുപോലെ കമ്പ്യൂട്ടേഷൻ മോഡൽസും ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന കാര്യമാണ് ഈ തിയറി ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അൽഗോരിതം വേണം, അതുപോലെ ഒരു കമ്പ്യൂട്ടേഷണൽ മോഡൽ വേണം. ഈ മോഡൽ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബ്ലം ആ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടേഷൻ മോഡൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. And this Alan Turing created or developed a computation model that is called Turing machine. ഈ അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, അലൻ ട്യൂറിംഗ് എ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ who presented the algorithm and
the computation models ട്യൂറിംഗ് മെഷീൻ. ട്യൂറിംഗ് മെഷീനും അതുപോലെ അൽഗോരിതം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രസൻറ്റ് ചെയ്ത ആൾ ഈ അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു കമ്പ്യൂട്ടേഷൻ മോഡലായിരുന്നു ട്യൂറിംഗ് മെഷീൻ. ഈ ട്യൂറിംഗ് മെഷീൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആധുനിക മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ ട്യൂറിംഗ് മെഷീൻ ഈസ് കൺസിഡേർഡ് ആസ് ദ തിയററ്റിക്കൽ മോഡൽ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ. മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ ഒരു തിയററ്റിക്കൽ മോഡലായിരുന്നു ഈ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഈ മേഖലയിൽ അലൻ ട്യൂറിങ്ങിൻ്റെ ട്യൂറിംഗ് മെഷീന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. സോ ദ അലൻ ട്യൂറിംഗ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്നായിരുന്നു അലൻ ട്യൂറിംഗ് എന്ന സയൻറ്റിസ്റ്റ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഹി ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫാദർ എന്നും ഈ അലൻ ട്യൂറിങ്ങിനെ അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മെയിൻ കോട്ട് എന്ന് പറയുന്നത്, മെയിൻ വേർഡ് എന്ന് പറയുന്നത്, കോട്ടിങ്സ് എന്ന് പറയുന്നത് ക്യാൻ എ മെഷീൻ തിങ്ക്. ഒരു മെഷീന് തിങ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന ആ ഒരു വേർഡ്, ആ ഒരു ചെറിയൊരു സെൻറ്റൻസാണ് ഇദ്ദേഹത്തെ ഈ ഒരു ട്യൂറിംഗ് മെഷീനിലേക്ക് എത്തിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ട്യൂറിംഗ് മെഷീനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത ടോപ്പിക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ട്യൂറിംഗ് മെഷീൻ. വാട്ട് ഈസ് എ ട്യൂറിംഗ് മെഷീൻ? എ ട്യൂറിംഗ് മെഷീൻ is a theoretical computing device that could print symbols on paper types. It is a theoretical computing device that could print symbols on paper type in a manner that emulate a person following a series of logical instructions. ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസാണ് that could print symbols on paper types. അതിനെന്ത് പറ്റും? പേപ്പർ ടൈപ്പുകളുടെ മുകളിൽ ആ സിംബൽസിനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇൻ എ മാനർ ദാറ്റ് എമുലേറ്റ് എ പേഴ്സൺ ടു പെർഫോം എ സീരീസ് ഓഫ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. ഒരു കൂട്ടം ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിനെ ഒരാൾക്ക് എമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ സിംബിൾസ് പേപ്പർ ടൈപ്സിൻ്റെ മുകളിൽ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണെന്ത്? ട്യൂറിംഗ് മെഷീൻ. അപ്പോൾ ഈ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കാം. എ ട്യൂറിംഗ് മെഷീൻ ഈസ് എ തിയററ്റിക്കൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ദാറ്റ് കുഡ് പ്രിന്റ് സിംബൽസ് ഓൺ പേപ്പർ ടൈപ്സ് ഇൻ എ മാനർ ദാറ്റ് എമുലേറ്റ് എ പേഴ്സൺ ഫോളോയിങ് എ സീരീസ് ഓഫ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. ഇനി ഈ ട്യൂറിംഗ് മെഷീനിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇറ്റ് കണ്ടെയ്ൻസ് എ ലോങ് ടേപ്പ്. ഒരു ലോങ് ടേപ്പ് ഉണ്ടാകും. എ ലോങ് ടേപ്പ്. ആൻഡ് ദിസ് ടേപ്പ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെൽസ്. ഓരോരോ സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും ഈ ടേപ്പ്, ഓരോരോ സെല്ലുകളായിട്ട്. ആൻഡ് ദിസ് സെൽ ക്യാൻ ഹോൾഡ് 3 symbols, 0, 1 ആൻഡ് എ ബ്ലാങ്ക് സ്പേസ്. ഒന്നുകിൽ ഇതിൽ 0 റെപ്രസെൻ്റ് ചെയ്യാം ഒരു സെല്ലിൽ, അല്ലെങ്കിൽ 1 റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് സ്പേസ് റെപ്രസെൻ്റ് ചെയ്യാം. ഇങ്ങനെ 0യും 1ഉം അതുപോലെ ബ്ലാങ്ക് സ്പേസും ഇങ്ങനെ 3 സിമ്പിൾസ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ട്യൂറിംഗ് മെഷീനെ 3 സിമ്പിൾ ട്യൂറിംഗ് മെഷീൻ എന്നാണ് നമ്മൾ പറയാം. 3 സിമ്പിൾ ട്യൂറിംഗ് മെഷീൻ. ഓക്കെ, അതുപോലെ there will be a head. ഒരു ഹെഡ് ഉണ്ടാകും, ഒരു റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടാകും. ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ ട്യൂറിംഗ് മെഷീൻ. ഓക്കെ, എ ലോങ് ടേപ്പ് ഈസ് ദർ ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെൽസ്. ഈച്ച് സെൽ ക്യാൻ കണ്ടെയ്ൻ 0, 1 or a blank in a 3 symbol Turing machine. And there will be a read write head which is same as, ഇപ്പോൾ നമ്മളൊക്കെ അറിയാവുന്ന കമ്പ്യൂട്ടറിൻ്റെ ഏതുപോലെയാണിത്? ദിസ് ടേപ്പ് ഈസ് ഇൻ പ്ലേസ് ഓഫ് മെമ്മറി ആൻഡ്
ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സ് ആർ ഇൻ പ്ലേസ് ഓഫ് ദിസ് ഹെഡ്. ഇനി ഒരു ട്യൂറിംഗ് മെഷീൻ്റെ ആക്ഷൻസ് പെർഫോം ചെയ്യുന്നത് 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിലൊന്നാമത്തെ കാര്യം ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദ മെഷീൻ. ആ മെഷീനിൻ്റെ കറണ്ട് സ്റ്റേറ്റ് എന്താണ്? അതുപോലെ ദ സിമ്പിൾ സ്കാൻഡ് ബൈ ഹെഡ്. കറൻ്റ്ലി ഏത് സിമ്പിളാണ് ഹെഡിൻ്റെ മുകളിൽ സ്കാൻ ചെയ്തിരിക്കുന്നത്? അതുപോലെ എ ടേബിൾ ഓഫ് ട്രാൻസിഷൻ റൂൾസ്. ഈ ട്രാൻസിഷൻ റൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ ട്യൂറിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ട്യൂറിംഗ് മെഷീൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ an action of a Turing machine is determined by the current state of the machine and a symbol scanned by head and a table of transition rules. അപ്പോൾ ആ ടേബിൾ ഓഫ് ട്രാൻസിഷൻ റൂൾസ്, ആ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് ഈ ട്യൂറിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ട്യൂറിംഗ് മെഷീനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ചെറിയൊരു ടോപ്പിക്ക്, ഇതിൻ്റെ ഒരു ഐഡിയ മാത്രം, ജസ്റ്റ് സ്ട്രക്ചർ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ട്യൂറിംഗ് മെഷീനോട് കൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, എല്ലാവരും ഇതിൻ്റെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ് ട്യൂറിംഗ് മെഷീന്, അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതുപോലെ an action can be performed by these 3 states. Okay, all the very best.